ഇറാനിൽ ഇസ്രയേൽ ഒരു ആണവാക്രമണം നടത്തുകയാണെങ്കിൽ ഇസ്രയേലിനെ ആക്രമിക്കുക പാകിസ്ഥാനാണെന്ന് ഇറാൻ പറയുന്നു എന്ന തരത്തിൽ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, പ്രശാന്ത് സർ, വരാൻ പോകുന്നത് ഒരു ഇസ്രയേൽ പാകിസ്ഥാൻ യുദ്ധമാണോ? അതിനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചനയുണ്ടോ? പാകിസ്ഥാൻ അങ്ങനെ ഇസ്രയേലിനെതിരെ ഒരു യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ഇസ്രയേലിൽ ആണവായുധം പ്രയോഗിക്കാൻ പാകിസ്ഥാൻ മുതിരും? ഇപ്പൊ നിലവിൽ യുദ്ധം നടക്കുന്ന രണ്ട് രാജ്യങ്ങളുടെയും കയ്യിൽ ആണവായുധം ഉണ്ടെന്ന് വ്യക്തതയില്ലാത്ത രണ്ട് രാജ്യങ്ങളാണ്. ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധം അല്ലെങ്കിൽ ഇസ്രായേൽ ആണവായുധം നിർമ്മിച്ചതായിട്ട് നമുക്ക് റിപ്പോർട്ടില്ല. അതുപോലെ തന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യവും ആണവായുധം ഉണ്ടെന്ന് അവർ സമ്മതിക്കുന്നില്ല. അത്തരത്തിൽ ആണവ ച്ചിരിക്കുന്നെന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള രാജ്യമല്ല. പക്ഷെ ഇസ്രായേൽ ആണവായുധ നിർമ്മാണത്തിന് കളമൊരുക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ആണവോർജത്തിന്റെ പേര് പറഞ്ഞ് അത് ആണവായുധ നിർമ്മാണത്തിന് വേണ്ടിയാണെന്ന്, അല്ലെങ്കിൽ അതിന്റെ ഒരുക്കങ്ങൾ നടത്തുന്നു എന്ന് കണ്ടാണ് ഈ പറയുന്ന ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വളരെ ദീർഘമായിട്ട് പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ വളരെ കൂടുതലായിട്ടുള്ള ഇതുപോലെ ശാസ്ത്രജ്ഞരെ ആണവായുധത്തിന് വേണ്ടി അല്ലെങ്കിൽ ആണവോർജത്തിന്റെ കാര്യങ്ങൾ നടപ്പിക്കുന്നതിന് വേണ്ടി നടന്നപ്പോൾ പുറകോട്ട് പരിശോധിച്ച് വളരെ കൂടുതൽ ശാസ്ത്രജ്ഞന്മാരെ, ഏതാണ്ട് 200ഓളം ശാസ്ത്രജ്ഞന്മാരെ ഇതുവരെ അത്തരത്തിൽ പല രീതിയിലുമൊക്കെ ഇസ്രായേൽ കൊന്നുതള്ളിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് ത്രട്ടായിട്ടുള്ള ഒരു മതരാജ്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ ശത്രുവായിട്ടുള്ള ഒരു മതരാജ്യം, ജനാധിപത്യ രാജ്യമല്ലാത്ത ഒരു രാജ്യത്തിന്റെ കയ്യിൽ, ഇത്തരം അസ്ഥിരമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ കയ്യിൽ, അല്ലെങ്കിൽ പ്രോക്സികളെ പ്രൊമോട്ട് ചെയ്യുന്ന സമാധാനപരമായിട്ട് ലോകത്തുടനീളം നടക്കുന്ന രാജ്യങ്ങളിലേക്ക് തീവ്രവാദത്തെ പടർത്തുന്ന ഒരു രാജ്യത്തിന്റെ കയ്യിൽ ആണവായുധം ഉണ്ടായാൽ ഞങ്ങൾക്കുണ്ടാകുന്നത് പോലെ ഈ ലോകത്തെല്ലാം ഭീഷണിയായിരിക്കും. അപ്പം ഇത്തരം രാജ്യങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നതിന് അനുവദിക്കാൻ പറ്റില്ല എന്നുകൊണ്ടാണ് അവരിപ്പം ഈ പറയുന്ന യുദ്ധം ഇപ്പോൾ ചെയ്യുന്നതും എപ്പോഴും ഇറാനെതിരെയുള്ള ക്ലെയിമും അത് തന്നെയാണ്. അതേ അവസ്ഥയിൽ തന്നെയാണ് പാകിസ്ഥാന്റെ കാര്യം പറയുന്നത്. അപ്പൊ ഈ ചോദ്യം, ഇപ്പൊ ഈ വന്ന വാർത്ത ഒരുപക്ഷെ ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന വാർത്തയാണ്. പക്ഷെ ഇതിനു മുമ്പേ തന്നെ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, ആദ്യം ഇറാൻ, അതിനുശേഷം പാകിസ്ഥാൻ. കാരണം ഈ പറയുന്നത് പോലെ മതരാജ സ്വഭാവമുള്ള മതരാജ്യങ്ങളിൽ മതം മുൻപേ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഒരുപോലെ ഇസ്ലാമിക രാജ്യം വരണമെന്നും അതിന്റെ ഖലീഫയായിട്ട് ഖമേനിക്ക് വരണമെന്നും താല്പര്യമുള്ളതും, അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നതുമായിട്ടുള്ള ജനാധിപത്യ സ്വഭാവമില്ലാത്ത രാജ്യങ്ങളുടെ കാര്യത്തിൽ ആദ്യം വരുന്നത് ഇറാനും അതിന്റെ കൂടെ നിൽക്കുന്നത് പാകിസ്ഥാനുമാണ്. അതുകൊണ്ടാണ് ഒരു ഇന്റർവ്യൂവിൽ ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ച ചോദ്യത്തിന് ഇറാന് ശേഷം യുദ്ധം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ തീർക്കാൻ പോകുന്നത് നെതന്യാഹു പറഞ്ഞതായിട്ടുള്ള ഇപ്പോഴുള്ള വീഡിയോ അല്ല, കുറച്ച് പുറകോട്ടുള്ള വീഡിയോ ആണ്. പക്ഷെ അതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഉള്ള ഇസ്ലാമിക രാജ്യങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ ജനാധിപത്യം, ഇപ്പൊ തന്നെ ഇറാനിലെ ജനാധിപത്യത്തെ പറ്റി അറിയാം. ഇറാനിൽ എന്താ ജനാധിപത്യം? ഇറാനിൽ ജനാധിപത്യമില്ല. 78-ന് ശേഷം ഈ പറയുന്നത് പോലെ അവിടുത്തെ ഒരു അട്ടിമറിക്ക് ശേഷം വന്ന ഈ ഖമേനി ഇപ്പൊ ഇരിക്കുന്ന ഖമേനിയും അതിന്റെ പുറകോട്ടുള്ള ഒരു സംവിധാനവും അതിന് ശേഷം വന്ന ഭരണകൂടം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ജനാധിപത്യം ഉണ്ടെന്ന് തോന്നും. പക്ഷെ അവിടെ ജനാധിപത്യം ഇല്ല. അവിടെ ആരെ തെരഞ്ഞെടുക്കണം എന്ന് അവിടുത്തെ മതമേലധ്യക്ഷന്മാർ തീരുമാനിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്മിറ്റി ഉണ്ട്, അവർ തീരുമാനിക്കും. ആരാണ് അതിന്റെ ആ രാജ്യത്തിന്റെ ഉന്നതാധികാര സമിതി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു മതമേലധ്യക്ഷൻ, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള നേതാക്കന്മാരെല്ലാം കൂടി തീരുമാനിക്കുന്ന ആളാണ്. അപ്പം ജനാധിപത്യമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ ലോക താല്പര്യങ്ങളുടെ കൂടെ നിൽക്കാത്ത ഒരു മതമൗലികമായിട്ടുള്ള രാജ്യം, അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ കയ്യിൽ അണുവായുധം പാടില്ല, അല്ലെങ്കിൽ അനുവദിക്കാൻ പറ്റത്തില്ല. നാളെ കാലത്ത് ഈ അണുവായുധം ഇടയിൽ ശത്രുവായിട്ട് കാണുന്ന മതരാഷ്ട്രമാണല്ലോ. അപ്പൊ മതരാഷ്ട്രം എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലെ ലോകത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ജൂതന്മാരുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ളത് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾ, അല്ലെങ്കിൽ പറയുന്ന മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിം മതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് അവർ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന 48-ന് ശേഷം ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അന്നും ഇന്നും എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇത്രയും ചെറിയൊരു രാജ്യം, ചെറിയ ജനസംഖ്യയുള്ള ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കേണ്ടതായിട്ട് അവർ ഇന്ന് യുദ്ധം ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്, അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലാണ്.
പിന്നെ ആണവായുധം പാകിസ്ഥാൻ പ്രയോഗിക്കുമെന്ന് ചോദിച്ചാൽ അവിടെ യുദ്ധം നടക്കുമ്പോഴെല്ലാം ലോകത്തെ മുസ്ലിം രാജ്യങ്ങൾ ഒന്നും അനങ്ങാത്ത സമയത്ത് അന്ന് പ്രകടനം നടത്തിയ രാജ്യം ഈ പറയുന്ന പാകിസ്ഥാനേ ഉള്ളൂ, ഈ ഇറാൻ അനുകൂലമായിട്ട്. പിന്നെ അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്. ആണവായുധം ഇപ്പൊ നമുക്കെതിരെ പ്രയോഗിക്കുന്നു പറഞ്ഞു. നമ്മൾ പറഞ്ഞത് നമ്മൾക്കെതിരെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളാം. ഭീഷണി അല്ലെങ്കിൽ ഭീഷണി ഇല്ലാത്തത് കൊണ്ടല്ല. ആണവായുധം ഒരു ഘട്ടത്തിൽ നാളെ കാലത്തെ നമ്മളിലേക്ക് പാകിസ്ഥാൻ പ്രയോഗിക്കാൻ തയ്യാറായാൽ, ഒരാണവായുധം ഇങ്ങോട്ട് ഇട്ടാൽ പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഭൂമുഖത്തുണ്ടാകത്തില്ല എന്നുള്ള കാര്യത്തിൽ പാകിസ്ഥാന് മാത്രമല്ല ലോകത്തെല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ അല്ല നീതു ഈ പറയുന്നത് പോലെ ഇസ്രായേലിലും ഇറാനും തമ്മിലുള്ള പ്രശ്നം. ഇറാൻ ഒരു ആണവായുധം ഉണ്ടാക്കി ഇസ്രായേലിൽ ഇട്ട, നിങ്ങൾക്കറിയാം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വലിപ്പം എത്രത്തോളം ഉണ്ട്, അവിടുത്തെ ജനസംഖ്യ എത്രത്തോളം ഉണ്ട്. ആ ചെറിയ രാജ്യം അതോടുകൂടി തീരും, അത് ഇല്ലായ്മയും. ഇറാൻ എന്ന് പറയുന്ന രാജ്യം വലിയ വലിപ്പത്തിലുള്ള രാജ്യമാണ്. നമ്മൾ ഈ പാകിസ്ഥാന്റെ കാര്യം പറഞ്ഞു, നമുക്ക് അത് 140 കോടി ജനമുണ്ട്. പാകിസ്ഥാനകത്ത് എത്ര ഉണ്ട്? നമ്മുടെ UP-യിലെ ജനസംഖ്യ ഉള്ളൂ. അപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇവിടെ ഒരു ആണവായുധം പ്രയോഗിച്ചാൽ നമുക്ക് കുറെ നാശനഷ്ടം ഉണ്ടാവും, നമ്മളുടെ കണ്ടമാനം ആൾക്കാർക്ക് ജീവഹാനി ഉണ്ടാവും. പക്ഷെ തിരിച്ച് നമ്മൾക്ക് അവരെ തീർക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് ആണവായുധം കാണിച്ചൊന്നും നമ്മളെ പേടിപ്പിക്കേണ്ട, ആണവായുധം ഇങ്ങോട്ട് പ്രയോഗിച്ചാൽ, ഒരു പക്ഷേ ഇങ്ങോട്ട് പ്രയോഗിക്കുന്നതിന് തൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിന് മറുപടി കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഈ പറയുന്നത് പോലെ ഇപ്പം നെതന്യാഹു ചെയ്യുന്ന യുദ്ധം, ആ യുദ്ധത്തിന്റെ ന്യായം ലോകത്ത് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന രാജ്യത്തിനകത്ത് കഴിഞ്ഞ നമുക്കറിയാം ഈ യുദ്ധത്തിന്റെ തുടക്കം എന്താണെന്ന്, അവിടുത്തെ എവിടെയൊക്കെ കടന്നു കയറി അവിടുത്തെ 10,500 പേരെ കൊല്ലുന്നു. അതിനുശേഷം അവർ അതിന്റെ കാരണക്കാരായ പ്രോക്സി ഗ്രൂപ്പുകളെ, ഹിസ്ബുള്ള ആയാലും കൊള്ളാം, ഹമാസ് ആയാലും കൊള്ളാം, ഹൂത്തികളായാലും കൊള്ളാം, നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലോകത്തെല്ലാവർക്കും അറിയാം ഇതിന്റെ എല്ലാം പ്രൊമോട്ടർ ആരാണ്? ഇറാൻ അതിന്റെ പ്രൊമോട്ടർ. ഇറാനാണ് ഇതിന്റെ പ്രൊമോട്ടർ. അപ്പോഴും പറയുന്നുണ്ട് ഇറാനെ ഞങ്ങൾ അടിക്കും, ഇറാനെ ഞങ്ങൾ അടിക്കും. അപ്പം ഇറാൻ സൈലന്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് വീണ്ടും ഇവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉത്പാദിക്കുന്ന രാജ്യം, അല്ലെ സമ്പന്നമായിട്ടുള്ള ആ രാജ്യം ഒരിക്കലും ഗതി പിടിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതേമാതിരിയുള്ള തീരുമാനങ്ങൾ ഉണ്ടായതുകൊണ്ട് ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന പണം ആ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ഇതുപോലെ പ്രോക്സികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് രാജ്യത്തുടനീളം ഈ പ്രോക്സി ഗ്രൂപ്പുകളെ വെച്ച് രാജ്യത്ത്, അത് മുസ്ലിം രാജ്യങ്ങളായാലും കൊള്ളാം മറ്റേത് രാജ്യമായാലും കൊള്ളാം, അവരെ ആക്രമിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പൊ ജൂതന്മാർക്ക് എതിരെ തിരിയുന്നുണ്ടെങ്കിൽ ജൂതന്റെ യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ അവർ ഉടനെ ഈ പറയുന്ന മുസ്ലിങ്ങൾക്കകത്ത് രണ്ട് വിഭാഗമുണ്ട്. ഈ പറയുന്ന ഷിയ മുസ്ലിങ്ങളാണ് ഈ പറയുന്ന ഇറാനിലുള്ളത്. സുന്നി മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കൊന്നൊടുക്കിയ ചരിത്രമുണ്ട് ഈ പറയുന്ന ഹമേനിയുടെ അല്ലെങ്കിൽ ആ ഭരണകൂടത്തിന്റെ കെയർ ഓഫിൽ. അപ്പൊ ഇവർ ലോകത്തിനൊന്നും ത്രെട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള ഒരു തീരുമാനവുമായിട്ട് ഈ പറയുന്ന ഇസ്രായേൽ മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. അപ്പം ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ഇറാന് ശേഷം ഒരു പക്ഷേ പാകിസ്ഥാൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഈ പറയുന്ന ഇന്റർവ്യൂവിനകത്ത് നെതന്യാഹു പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അതായത് ലോകത്ത് ഈ ഇസ്ലാമിക രാജ്യത്തെ എല്ലാം തീർക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഖമേനിയും, അല്ലെങ്കിൽ ഈ ജൂതന്മാരെ എല്ലാം തീർക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഖമേനിയും, അത്തരത്തിലൊരു രാജ്യത്തിന്റെ കയ്യിൽ അസ്ഥിരമായ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനമുള്ള മതരാജ്യത്തിന്റെ കയ്യിൽ ഇതുപോലെ ആണവായുധങ്ങൾ ഉണ്ടായാൽ, പക്വമായ രാജ്യമല്ലാത്തപ്പോൾ ആ രാജ്യത്തിന്റെ അകത്ത് ആണവായുധം ഉണ്ടായാൽ അത് ആർക്കെതിരെയും പ്രയോഗിക്കും. നാളെ പ്രോക്സി ഗ്രൂപ്പുകൾക്കെതിരെ പ്രയോഗിക്കും. ഇപ്പൊ ഈ വന്ന വാർത്ത പോലെ ഇറാനെതിരെ പ്രയോഗിക്കുമ്പോൾ ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഇപ്പൊ തന്നെ ശരിക്കും മാനസിക ഐക്യമില്ലാത്ത രണ്ട് രാജ്യങ്ങളാണെങ്കിൽ പോലും മുസ്ലിം രാജ്യമായ ഇറാനെതിരെ ഈ ഇസ്രായേൽ ആണവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ അടുത്ത ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുള്ള പാകിസ്ഥാൻ ആണെന്ന് പറയുമ്പോൾ തന്നെ ആ രണ്ട് രാജ്യങ്ങളുടെയും മാനസികാവസ്ഥ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ രാജ്യങ്ങളെ കയ്യിൽ ആണവായുധം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടുമായിട്ട് നെതന്യാഹു മുന്നോട്ട് പോകുന്നത്, അല്ലെ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്ന് മാത്രമേ ഇതിനെ കരുതാനാകൂ. അതുകൊണ്ടാണ് ആണവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ നിന്ന് ഇറാൻ പിന്മാറണമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അതിനകത്ത് ആ തീരുമാനത്തിനകത്ത് സഹകരിക്കാതെ മുന്നോട്ട് പോയപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. ഇപ്പം ഈ ആക്രമണത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ബോധ്യം വരുന്ന രീതിയിൽ, അതായത് ഇറാനെ തകർത്തതിന് ശേഷം മാത്രമേ ഇസ്രായേൽ പിന്മാറുന്ന ഒരു അവസ്ഥയുള്ളൂ. കാരണം താൽക്കാലികമായിട്ടുള്ള ഒരു പിന്മാറ്റത്തിന് വേണ്ടി സാധ്യതയില്ല. കാരണം ഇസ്രായേലിന് വൻതോതിലുള്ള നാശനഷ്ടം ഈ പറയുന്ന ഇറാൻ വരുത്തി വെക്കുന്നുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇത്തരത്തിൽ ആണവായുധം നിർമ്മിക്കാൻ പ്രാപ്തമല്ലാത്ത ഒരവസ്ഥയിലേക്ക്
ദീർഘമായിട്ട് കൊണ്ടെത്തിച്ചതിന് ശേഷം മാത്രം യുദ്ധം നിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒരുപക്ഷെ ഖമേനി എന്ന് പറയുന്ന ഭരണകൂടത്തെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടെ ഒരു പുതിയ ജനാധിപത്യ രീതിയിലേക്കുള്ള, അല്ലെങ്കിൽ പണ്ടത്തെ 78-ന് മുമ്പുള്ള പേർഷ്യ എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ആലോചന പോലും നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു യുദ്ധമാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ അനുകൂലമായിട്ട് ഒരു രാജ്യങ്ങളും വരാത്തൊരവസ്ഥയുണ്ട്. ഏറ്റവും അവസാനം ഇപ്പം പല രാജ്യങ്ങളും ഇറാൻ അനുകൂലമായിട്ട് വരുമെന്ന് വിചാരിച്ചിരിക്കുന്ന പല രാജ്യങ്ങൾ പോലും പിന്മാറിപ്പോകുന്ന അവസ്ഥ. ചൈന ആയാലും കൊള്ളാം, റഷ്യ ആയാലും കൊള്ളാം, മറ്റ് തുർക്കിക്ക് അനങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അനങ്ങാതിരിക്കുന്ന ഒരവസ്ഥ. പാകിസ്ഥാന്റെ നിലപാട് അതാരും കണക്കാക്കുന്നില്ല. അത്തരത്തിലൊരു നിലപാട് എടുക്കുന്നതിന് മുമ്പേ പാകിസ്ഥാനെതിരെ ഇറാന് ശേഷം ഒരു ആക്രമണത്തിന് സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിലൊരു മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കരുതൽ, ഒരു ഒരുക്കം ഇസ്രായേൽ എന്നേ നടത്തിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിനകത്ത് ഈ പറയുന്നത് പോലെ മുമ്പേ, ഈ ആക്രമണത്തിന് മുമ്പേ കൊടുത്ത ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞത്. ആദ്യം ഇറാൻ, അതിനുശേഷം പാകിസ്ഥാൻ. ഇത് ലോകത്തിന് തന്നെ ഭീഷണിയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ നിൽക്കുന്ന രാജ്യങ്ങളല്ല, രാജ്യത്തുടനീളം തീവ്രവാദത്തെ കയറ്റിവിട്ട് സമാധാനപരമായിട്ടിരിക്കുന്ന രാജ്യങ്ങളെ അസ്ഥിരമാക്കുന്ന സ്വഭാവമുള്ള രാജ്യങ്ങളാണ് അവർ. ലോകത്തിന് തന്നെ, ലോക സമാധാനത്തിന് തന്നെ വിഘ്നമാണ് അത്തരത്തിലുള്ള രാജ്യങ്ങളെ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്ന ഒരു അവസ്ഥയില്ല എന്നാണ് ഈ പറയുന്ന ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്. യെസ്, അതേ നിലപാട് തന്നെയായിരുന്നു ഇന്ത്യയും എടുത്തത്. ഇത്തരത്തിൽ ലോകത്ത് തീവ്രവാദം വളർത്തുന്ന രാജ്യങ്ങൾ വേണ്ട എന്നുള്ള ഒരു നിലപാടായിരുന്നു ഇന്ത്യയുടേതും. അത് തന്നെയാണ് പാകിസ്ഥാനെതിരായ സംഘർഷത്തിനും കാരണമായത്. അതേ നിലപാട് തുടരുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും. ഇത്തരത്തിൽ ഇറാനും പാകിസ്ഥാനും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ പിന്തുണയ്ക്കില്ല, അത് ലോകത്ത് വച്ച് പുറപ്പിക്കില്ല എന്ന് തന്നെ പറയുന്നു. ഒപ്പം ഇറാന് പിന്തുണയുമായി പാകിസ്ഥാൻ എത്തുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. ഇസ്രയേൽ ഇറാനെതിരെ ആണവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ ഇസ്രയേലിനെതിരെ ആണവായുധം പ്രയോഗിക്കുക പാകിസ്ഥാനാണെന്നൊക്കെയാണ് ഇറാൻ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പക്ഷേ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നീക്കം പാകിസ്ഥാൻ നടത്തുകയാണെങ്കിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടി തന്നെ അവർക്ക് നേരിടേണ്ടിയും വരും. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.